ഹലോ, ഇന്ന് ഞാൻ കണ്ണൻ്റെ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയതാ. ഇന്ന് അവൻ്റെ സ്കൂളിൽ ഓപ്പൺ ഹൗസാണ്. അപ്പോൾ ഞാനും അനിയൻ വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാനും വിഷ്ണുവും കൂടിയാണ് പോകുന്നത്. ഏട്ടന് ഇന്ന് വരാൻ പറ്റൂല, ഓഫീസിൽ നല്ല തിരക്കുണ്ട്, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞിട്ട് ഞാനും വിഷ്ണുവും കൂടി എന്നാൽ പോകാമെന്നൊക്കെ വെച്ചിട്ട് ഞങ്ങൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് റെഡിയായി ഇറങ്ങിയതാണേ. ഇന്ന് റോട്ടിലൊന്നും വലിയ തിരക്കില്ല. ഞങ്ങൾ ആ 10 മണി സമയം കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കുണ്ടാവില്ലല്ലോ, ആ സമയത്താണ്. വൈറ്റിലൊക്കെ അല്ലെങ്കിൽ ആ സമയത്ത് ഭയങ്കര തിരക്കാണ്. നമുക്ക് ഇങ്ങനെ നിന്ന് പോകേണ്ടി വരും. വണ്ടിയിൽ ഇങ്ങനെ ഭയങ്കര സ്ലോയിലാണ് പോവുള്ളൂ. ഈ സമയത്ത് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് നല്ല സുഖമായിട്ട് തന്നെ വന്നു കേട്ടോ. പിന്നെ വിഷ്ണുവിന് ഇങ്ങോട്ടൊന്നും അധികം വരാത്തത് കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ സ്കൂളെത്തി. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇന്നലെ ഞാൻ തലേദിവസം ഇങ്ങനെ പറഞ്ഞു നാളെയാണ് ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര പേടിയോടെ എന്നോട് പറഞ്ഞു, അമ്മേ ചിലപ്പോൾ മിസ് എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ മോനെക്കുറിച്ച് പറയാൻ പോണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ ഭയങ്കര ഓട്ടാണ്, ഭയങ്കര വർത്താനാണ് എന്നൊക്കെ പറയും, അതൊന്നും അമ്മ കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ്. ഞാൻ അതൊന്നും കാര്യമാക്കില്ല, പഠിച്ചാൽ മതി നന്നായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ പോയി. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, അമ്മേ മിസ് എന്ത് പറഞ്ഞാലും അമ്മ കാര്യമാക്കരുത് കേട്ടാന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാനും ഈ പോകുന്ന വഴിക്ക് എനിക്ക് നല്ല ടെൻഷനുണ്ട്, എന്തായിരിക്കും മിസ്സിന് പറയാൻ പോവാ. ആള് നല്ല കുസൃതിയാണല്ലോ. അപ്പോൾ അവിടെ ചെന്നിട്ടും ഈ കുസൃതിയൊക്കെ കാണിക്കുമ്പോൾ മിസ്സുമാർക്ക് എന്തായാലും ദേഷ്യം വരും, എന്തെങ്കിലും പറയുമെന്നൊക്കെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ പാരൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കുറേ. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ നല്ലൊരു പാവം മിസ്സാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ മിസ്സിനെ. എന്തും നമ്മൾ പറഞ്ഞാലും ഒക്കെ അപ്പം തന്നെ നമുക്കൊരു കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ അതിനൊക്കെ റിപ്ലൈ ഒക്കെ തരും. നല്ലൊരു മിസ്സായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെ ചെന്നതാ, എന്നെ കണ്ട് ആ സമയത്ത് കണ്ണൻ എന്നെ കണ്ടിട്ട് അവിടെ നിന്ന് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പാരൻസൊക്കെ ഓരോരുത്തരായിട്ട് ചെന്ന് കാർഡൊക്കെ വാങ്ങി എല്ലാവരും ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളും കാർഡൊക്കെ വാങ്ങി ഇറങ്ങി. നല്ലതൊക്കെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ എഴുതാൻ ഇത്തിരി സ്ലോ ആണ്, നല്ല നീറ്റായിട്ടാണ് എഴുതുന്നത്, അതിൻ്റെ ഒരു സ്ലോ ഉണ്ട്. ബാക്കി പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യും, വലിയ കുഴപ്പമൊന്നുമില്ല, കുസൃതിയൊന്നും ഇല്ല എന്നൊക്കെ മിസ്സ് പറഞ്ഞത്. എന്തോ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കും ഒരു വിശ്വാസമില്ല. അങ്ങനെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതാണ്. കണ്ണന് ഒരു ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അത് വാങ്ങിക്കൊടുക്കാനായിട്ട് കയറിയതാണ്. അപ്പം നല്ല ചൂടായിരുന്നു. അപ്പം ഞാനും വിഷ്ണു എന്തെങ്കിലും കുടിക്കാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു ഫലൂഡ അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വിഷ്ണുവും കൂടി ഒരു ഫലൂഡ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഉച്ച സമയമാണല്ലോ, ഫുഡ് കഴിക്കാൻ ചോറ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ പിന്നെ ഹെവി ആയിട്ട് കഴിക്കണ്ടെന്ന് ഓർത്ത് ഞങ്ങൾ അത് കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ കണ്ണനും കൺമണിക്കും ഫ്രൈഡ് റൈസും വാങ്ങാനായിട്ട് കയറിയതാണ്. ഇത് കണ്ണൻ്റെ വല്യച്ഛൻ സ്പോൺസർ ചെയ്ത ഫ്രൈഡ് റൈസാണ്. ഇന്ന് അവർക്ക് വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ പോകാൻ നേരത്തെ എൻ്റെ പൈസയൊക്കെ തന്നു വിട്ടതാണ്. അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണേ.